മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അല്ലേ. നമ്മൾ ഊട്ടിയിലേക്കല്ല, നേരെ തേക്കടിയിലേക്കാണ് പോകുന്നത്. തേക്കടി ടൈഗർ റിസർവ് ഫോറസ്റ്റ് പോയൊരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ റൂട്ടിൽ നല്ല ആനിമൽസിനൊക്കെ കണ്ടുകൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ആനിമൽസിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ടൈഗർ റിസർവ് കൂടിയുള്ള അതിമനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നേരിട്ട് വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇടുക്കിയിൽ നമുക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് അച്ചായൻ്റെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇടുക്കിയിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ 1-2 ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അപ്പോൾ തേക്കടിയിൽ കൂടി പോകാമെന്ന് വിചാരിച്ചാണ്. ഞാൻ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് വട്ടം. ഇവിടെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് തേക്കടി. തേക്കടിയിൽ മുമ്പേ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ തേക്കടിയെ പറ്റി എല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും വന്നതും വിസിറ്റ് ചെയ്ത സ്ഥലമായിരിക്കും. തേക്കടിയിൽ നിന്ന് ഈ സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയയിലെത്താം. അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം, പേഴ്സണൽ വണ്ടിയെല്ലാം ഇവിടെ വെക്കണം. പ്രൈവറ്റ് വണ്ടികൾ ഉള്ളിലേക്ക് അലൗഡ് അല്ല. പാസ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഞാനും നവാസും കൂടാതെ നമ്മളെ 2 സുഹൃത്തുക്കളൂടെ ഉണ്ട്. നമ്മുടെ കോഴിക്കോട് നിന്നുള്ള രജീഷ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ വയനാട്ടിലൊരു സെബിയുണ്ട്. നമ്മൾ 4 പേരൂടെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളിത് ഏതായാലും ഇതിൽ നടന്ന് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. നടന്നു പോകാൻ നമുക്കാരും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം 2 ഡേയ്സ് മുന്നേ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഒരു ആന ഓടിക്കുന്നൊരു വീഡിയോ മുത്തങ്ങയിൽ വയനാട്ടിൽ നിന്ന്. സപ്പോസ് ഇതിൽ വല്ല അനിമൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഫാമിലിയായിട്ടൊന്നും വരുമ്പോൾ നിങ്ങൾ എന്തായാലും നടന്നു പോകരുത്. ഫുൾ അതിമനോഹരമായിട്ടുള്ള കാട് ആസ്വദിച്ചുകൊണ്ട് നമുക്കിതിൽ നടന്നു പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതിൽ വന്നിരിക്കുന്നത്. ഫുൾ തേക്ക് മരങ്ങൾ കേട്ടോ. 20 കിലോമീറ്റർ സ്പീഡിൽ വണ്ടിയൊന്നും പോകരുതെന്നുള്ള ബോർഡൊക്കെ കാണാം അവിടെ. ഒരുപാട് ആനിമൽസിനെ കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വന്നപ്പോൾ കുറച്ച് 10 മണിയൊക്കെ ആയി. ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി പറ്റും. നവാസ് എന്തോ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട്, അത് ഓടുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ബസ് സർവീസ് ഇതിനുള്ളിൽ കൂടെ അവൈലബിൾ ആണ്. 10 രൂപ എന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡായിട്ട് പോകുന്നുണ്ട്. പ്രൈവറ്റ് വണ്ടികൾ ഇതിനുള്ളിൽ അലൗഡ് അല്ലാന്നേ ഉള്ളൂ. ഇവിടെയുള്ള അടിപൊളിയായിട്ടുള്ള തേക്കുകൾ, അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്കിവിടെ കാണാം. അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിതിൽ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക സുഖമാണ്. നല്ല കാലാവസ്ഥയാണ്. പിന്നെ മെയിൻ ചീസ് എന്ന് പറയുന്നത് ഇവിടെ ഫുൾ തേക്ക് മരങ്ങളാണ്. നിറച്ചും തേക്ക് മരങ്ങൾ കാണാം. എവിടെ തിരിഞ്ഞാലും മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോൾ ഫുൾ തേക്ക് മരങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗവൺമെൻറ് ഓഫ് തമിഴ്നാടിൻ്റെ ഒരു ബോർഡ് കൂടി കാണാം. തമിഴ്നാട് ബോർഡർ തൊട്ടടുത്ത് തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഈ കാട് ബാക്കി ഭാഗങ്ങളിൽ തമിഴ്നാട്ടിലൂടെ ഉൾപ്പെട്ട് കിടക്കുന്നതായിരിക്കും. ഫുൾ തേക്ക് മരങ്ങൾ കാണാം ഗേസ്. അതാ നമ്മൾ ഫസ്റ്റ് മൃഗത്തെ കാണുകയാണെന്ന്, ആദ്യത്തെ മൃഗത്തെ. ഫസ്റ്റത്തെ കാഴ്ച നമ്മളൊരു കാട്ടുപന്നീനെ കണ്ടു ഗേസ്. ബാക്കി മുന്നോട്ട് പോകുന്ന യാത്രയിൽ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും വിചാരിക്കാം. ഈ മോർണിംഗ് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആനിമൽസിനെയൊക്കെ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പന്നി അതിലങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട് കാട്ടിനുള്ളിലേക്ക്. സമയമുള്ളവരാണെങ്കിൽ നടന്ന് തന്നെ കാണുക. കാരണം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഈ മരങ്ങൾക്കിടയിൽ കൂടിയുള്ള യാത്ര നല്ല യാത്രയാണ്. കുറച്ച് ടൈം വേണമെന്നുള്ളൂ അവിടെ നടന്നെത്താൻ. അധികമൊന്നുമില്ല, 2-3 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ എന്ന് തോന്നുന്നു. നല്ല പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാം. മരങ്ങളൊക്കെ കണ്ട് ഒരുപാട് കിളികളെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ നിങ്ങൾക്ക് ഈ ടൈമിന് വന്നാൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏത് ടൈമിനാണ് കൂടുതൽ ആനിമൽസിനെ കാണാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരോട് ചോദിച്ചാൽ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. ഇത് 2-3 കിലോമീറ്റർ ഉണ്ട് കേസ് അങ്ങോട്ട്. ഇതിപ്പോൾ മെയിൻ ഈ ഡാറിട്ട റോഡിൽ നിന്ന് സൈഡിൽ കൂടി ഇങ്ങനെ ഷോർട്ടായിട്ട് അങ്ങോട്ട് കയറിയാണ് ഞങ്ങൾ കുറച്ച് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. തേക്ക് മരങ്ങൾ കാണാം. വെയിലായി തുടങ്ങുന്നുണ്ട്. നമ്മളതാ വീണ്ടും കുറച്ച് പുറത്തെത്തി കയറിയിട്ടുണ്ട്, റോട്ടിൽ കയറിയിട്ടുണ്ട്. അതാ ഒരു മാൻകുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേസ്. അപ്പോൾ അടുത്ത് പോയി കാണിച്ചു തരാം. അടുത്ത് ചെന്നപ്പോഴേക്ക് മാൻകുട്ടി ഓടിക്കളഞ്ഞു ഗേസ്. ഒരു മാനിനോട് നമ്മൾ കണ്ടിട്ടുണ്ട് ഗേസ്. ഇത് മാന തന്നെയാണ്, ആടിൻ്റെ മാതിരിയുണ്ട്. എല്ലാവരും വലിയ സൈസ് സാധനം. എന്താ മാവോ എന്താ പറയില്ലേ,
അതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാടെണ്ണം ഉണ്ട് അപ്പുറത്ത് ലോങ്. ഇത് ക്യാമറയിൽ കാണാഞ്ഞിട്ടാണ്. ഗേസ് അടിപൊളിയായിട്ടുള്ള ഒരു മലയണ്ണാനെ കാണിച്ചു തരാം. വാ എന്ത് രസം. ക്യാമറയിൽ നിങ്ങൾ അടുത്ത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. സൂപ്പർ. അതിൻ്റെ വാലെല്ലാം അടിപൊളി. ഞാനത് തമ്പനയിൽ എൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം. അടിപൊളിയായിട്ടുണ്ട്. വാ സൂപ്പർ. ബ്ലൂ കളറിലായിട്ട് എന്താ രസം. നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ വ്യക്തമാകുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല രസമുണ്ട്. ലോങ് വാലൊക്കെ ആയിട്ട് തൂങ്ങി കിടക്കും. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കിളികളും ഉണ്ട് കേട്ടോ ഗേസ്. ഇത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറന്നു പോകുന്നത്. പിന്നെ മുമ്പിൽ ബസ് കണ്ടില്ല, ഈ ബസ്സാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ബസ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യാത്ര ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് നടന്നു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. നടന്ന് ഇവിടെ നല്ല അടിപൊളിയായിട്ടൊരു പുഴയൊക്കെ കാണാം. ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കാഴ്ച കാണുന്നവരും പിന്നെ സഞ്ചാരികളൊക്കെ ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നിന്ന് ബോട്ട് റൈസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ഇപ്പം വെയിലുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇത്രയും മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. നല്ല ചോലയുണ്ട്, നല്ലൊരു കാഴ്ചയൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെ ഗൈസ്. സഫാരിയുള്ള ആ ബോട്ടൊക്കെ നമുക്കിവിടെ കാണാം. ഇനി സഫാരി പോകുന്നതാണോ ഇനി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പോകുന്നതാണോ എന്നറിയില്ല. ഫുള്ള് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല ഒരു 1, 2, 3 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് സഞ്ചാരികളൊക്കെ പോകുന്നത് തന്നെയായിരിക്കാം. അതിഭയങ്കര വലുപ്പമുള്ള അടിപൊളിയായിട്ടുള്ള ഇഷ്ടംപോലെ തേക്ക് മരങ്ങളാണ്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗിയും. ബോട്ട് റേസൊക്കെ ഈവനിങ്ങിലാണെന്നാണ് ഗേസ് ഒരു പറയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ന് ആൾക്കാരും ഇല്ല, ഓൾറെഡി വളരെ കുറവാണ് ആൾക്കാർ. എത്തുന്ന ടൈം ആവുന്നുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കാണിച്ച മലയണ്ണാൻ്റെ വേറൊരു ഓറഞ്ച് കളറുള്ള വേറൊരു മലയണ്ണാനാണ് ഗേസ്. അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഗേസ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ തിരിച്ചും നടന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ നടന്ന് ഈ കാഴ്ചകളൊക്കെ എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കുക, വന്നിട്ടില്ലാത്തവർ. അപ്പോൾ നാളെ നമുക്ക് രാമക്കൽമേട് കൂടി പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ഗേസ്. ഓക്കെ, ബൈ.